അവിടെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. സമയം വളരെ കുറവാണ്. അതിനാൽ ബാക്കിയുള്ള സമയത്ത് വേഗം ഷൂട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്ന അനുമതി ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുവാൻ തീരുമാനിച്ചു. ആ ഉദ്യാനത്തിലേക്കൂടി ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങി. ഇവിടെ നിന്ന് ഞാൻ ഭഗവാന്റെ അനുവാദം വാങ്ങി ആ ചിറ കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. ഓം ഹ്രീം നമഃശിവായ. കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥ ക്ഷേത്രത്തിലെ മേൽശാന്തി വലിയൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് സിനിമയിലും സീരിയലിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആലക്കോടേക്കുള്ള അല്ലെങ്കിൽ ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിനെ നേരിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിരുന്നു. എങ്കിലും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് തന്നയച്ചു. ഞാൻ ഒരിക്കൽ കൂടി ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. അതിസുന്ദരമായ ഒരു കാഴ്ച തന്നെ. അവിടുന്ന് ഞാൻ വീണ്ടും ക്ഷേത്രത്തിൻ്റെ ചിറയിലേക്ക് നടന്നു നീങ്ങി. ഇദ്ദേഹമാണ് രാമചന്ദ്രൻ മേൽശാന്തി. കാഞ്ഞിരങ്ങാട്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇദ്ദേഹം. കല്ലിട്ട ഒരു നടപ്പാതയിലേക്കൂടി ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു നീങ്ങി. ഒരു റോഡിൻ്റെ മുൻവശമാണ് ഞാൻ എത്തിയത്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെയാണ് ക്ഷേത്രത്തിലെ ചിറ കിടക്കുന്നത്. ആ ചിറയുടെ ചുറ്റും ഞാൻ ഒന്ന് നടന്നു വീക്ഷിച്ചു നോക്കി. നമ്മൾ ഇതിനു മുമ്പ് മതിലകത്തെ ശ്രീകൃഷ്ണ പെരുമാളെ കാണാൻ പോയപ്പോൾ അവിടെ ഒരു ചിറ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ചിറയാണ്. ഇത് ചെറിയൊരു ചിറ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു അറിയിപ്പുകൾ എഴുതി വെച്ച് കാണാം. ആ ചിറയിലേക്ക് നാം മെല്ലെ നടന്നു നീങ്ങി. ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അധികാരികൾ പറഞ്ഞു, നല്ല കാണാൻ വലിയ ഒരു ചിറയാണ്. ശരിയാണ്, വലിയൊരു ചിറ. ഞാൻ ആ ചിറയിലെ ജലത്തിലേക്ക് ഒന്ന് ഇറങ്ങി. നല്ല ശുദ്ധമായ ജലം. ഞാൻ അവിടെ നിന്ന് മുന്നോട്ടൊന്ന് കണ്ണോടിച്ചു. ആ ജലത്തിൻ്റെ മുകളിൽ വലിയ ഒരു പട്ട് പിരിച്ച പോലെ നമുക്ക് കാണാം. ഞാൻ ആ ചിറയുടെ ചുറ്റുവശവും ഒന്ന് നടന്നു നോക്കാൻ തീരുമാനിച്ചു. ആ കാണുന്ന അമ്മ ഡോക്ടർ ഗീത. അമ്മയുടെ ക്ലിനിക്ക് മേലെ ചൊവ്വയാണ്. ശിവക്ഷേത്രത്തിനടുത്തായിട്ട് വരും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ കാണാൻ അമ്മ വന്നതാണ്. ആ ഡോക്ടർ ഒരുപാട് പേർക്ക് സൗജന്യ ചികിത്സ ചെയ്യാറുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവൃത്തിയും ആ അമ്മ ചെയ്യാറുണ്ട്. അമ്മയുടെ മുന്നിൽ പോയാൽ അമ്മ തീർച്ചയായും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ്. അവർ ഇന്ന് ഈ പൊസിഷനിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗവും കഷ്ടങ്ങളും വേദനകളും സഹിച്ച് തന്നെയാണ്
ഇവിടുത്തെ ജലത്തിൻ്റെ മുകളിൽ വലിയ ഒരു പട്ട് പിരിച്ച പോലെ നമുക്ക് കാണാം. ഞാൻ കുറേ സമയം അത് നോക്കി അവിടെ നിന്നു. ഞാൻ ഈ ചെറിയുടെ മുന്നിൽ നിന്നപ്പോൾ ഒരു അരുവി ഒഴുകിപ്പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം ഞാൻ അത് എവിടെ നിന്നാണെന്ന് ഞാൻ വീക്ഷിച്ചു. അപ്പോഴാണ് ഞാൻ കണ്ടത്, ഇവിടെ നിന്നാണ് ഒരു അരുവി ഒഴുകിപ്പോകുന്ന ശബ്ദം ഞാൻ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ആ അരുവിയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു നീങ്ങി. ഇതുപോലെ ഒരുപാട് പേർ എന്നെ കാണാൻ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വരാറുണ്ട്. ചിലതൊക്കെ എനിക്ക് ആ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ കാണിക്കാൻ എനിക്ക് പറ്റാതായത്. ഇനിയുള്ള വീഡിയോയിൽ എൻ്റെ കൂടെ വരുന്നവർക്ക് ഒരു ആദരവ് കൊടുക്കണം എന്നുള്ള മര്യാദയിൽ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ എന്നെ കാണാൻ വരുന്നവരെയും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചെറുയുടെ മുകളിലേക്കൂടി ഞാൻ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. ഈ അരുവി കണ്ടപ്പോൾ എനിക്കൊന്ന് ഇറങ്ങി ആ അരുവിയിലേക്കൂടി നടക്കണം എന്നൊരാഗ്രഹം തോന്നി. ഞാൻ കുറച്ച് സമയം ആ അരുവികളിൽ ഒന്ന് ഇറങ്ങി കണ്ടു. ഞാൻ കാഞ്ഞിരങ്ങാട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു തറ കാണിച്ചില്ലേ, ദേവിയുടെ സ്ഥാനമാണെന്ന് പറഞ്ഞത്. ആ ദേവിയുടെ മൂലസ്ഥാനം ഇവിടെയാണ്. കാഞ്ഞിരങ്ങാട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് റോഡ് മുറിച്ച് കടന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ ഈ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. വലിയൊരു വനപ്രദേശം, ധാരാളം അരുവികൾ ഒഴുകിപ്പോകുന്നത് ഇവിടുന്ന് കാണാം. ഒരുപാട് വിഷമങ്ങളുള്ള നാഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. മഹാദേവന്റെ കാവൽക്കാരർ ഇവിടെയാണ് വസിക്കുന്നതാണ് വിശ്വാസം. ഈ ജീവനക്കാരൻ പറഞ്ഞ അറിവാണത്. വനത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ആ വനത്തിൻ്റെ ഉള്ളിലാണ് ദേവിയുടെ സ്ഥാനമിരിക്കുന്നത്. ഞാൻ അവിടത്തേക്ക് നടന്നു നീങ്ങി. പക്ഷേ ഒരു വിധത്തിലും അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഉള്ളാളത്ത് ഉള്ളാളത്ത് ഭഗവതിയാ? എത്ര ഭഗവതി വരെയുള്ളത്? ഭഗവതി രണ്ട് പുറം കാവക്കാരനല്ലേ? അതെയാ? ഇവിടുത്തെ വൈദ്യനാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ കാവക്കാരനാണ് അല്ലേ? ഇവിടുന്ന് ഒരാളും വരത്തൊന്നുമില്ല. എത്ര ആവശ്യത്തിന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അവിടുത്തെ ആവശ്യത്തിന് കുറെ പറഞ്ഞതിന് ഒരൊറ്റൊന്നും മുറിക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട് അല്ലേ? ഭഗവതി കൊടുത്തു കളിയാട്ടു പറഞ്ഞതിന് അധികം മുറിച്ചിട്ട് അപകടം പറ്റില്ല. എൻ്റെ പുരാണം പറ്റും. ഏറ്റവും ഗ്രാമക്കാരുടെ എത്രയും അതെയാ? കൂടെ ഗ്രാമത്തിൽ ഇതിൻ്റെ മൂലസ്ഥാനം എവിടെ വരിക ഒന്ന് കാണിച്ചു തരുമോ? കാരണം ഒന്ന് ചളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഉള്ളുള്ള കാടുകളുമായിരുന്നു. മുന്നോട്ട് പോകുവാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുമാണ്. നമ്മൾ ഇതിനു മുമ്പിട്ട് ഒരു നീലിയർക്കോട്ടം എന്ന ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ധർമ്മശാലയിൽ. അവിടെ പോയ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. ആ ക്ഷേത്രത്തിൻ്റെ വനങ്ങളുടെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതേ ഒരു അനുഭൂതി എനിക്കുണ്ടായി. ആ മനുഷ്യൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കാഞ്ഞിരങ്ങാട്ട് ക്ഷേത്രത്തിലെ പഴയ ഒരു ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഭഗവതിയെ പറ്റി പറയാനും കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥനെ പറ്റി പറയുവാനും 1000 നാവായിരുന്നു അദ്ദേഹത്തിന്. ഇവിടെ 2 ദേവിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വലിയ മുടി വെച്ച് കളിയാട്ടമാടുന്ന ദേവി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു നട്ടുച്ച സമയത്തായിരുന്നു നാം ഇവിടെ വന്നത്. എങ്കിലും ദേവിയെ കാണാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു ഞാൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് മടങ്ങി. 1 ഏക്കറയിൽ അധികം ഉള്ള ഒരു വലിയൊരു വനഭൂമിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മനസ്സും ശരീരവും നമുക്ക് കുളിർന്നു തരുന്ന ഒരു വലിയൊരു ദേവീസ്ഥാനം തന്നെയാണ് ഇവിടെയുള്ളത്. അധിക പേരും അതിൻ്റെ ഉള്ളിലേക്ക് ഇത്ര ധൈര്യത്തിൽ പോവാറില്ല. വിഷങ്ങളുള്ള നാഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒറ്റക്കൊന്നും ആരും ഇവിടെ വന്ന് ഈ സ്ഥലത്ത് വരരുത്.
അസമ്യങ്ങളിൽ പ്രത്യേകിച്ച്. അവിടുത്തെ ദേശക്കാർ ആരും അങ്ങനെ പോവാറില്ല എന്നാണ് നമ്മൾ കുറച്ചു നേരത്തെ കണ്ട ആ മനുഷ്യൻ പറഞ്ഞത്. ഈ ദേവീസ്ഥാനത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തിരികെ വൈദ്യനാഥ ക്ഷേത്രത്തിൽ തന്നെ തിരികെ വന്നു. കാരണം ഞാൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് ഭഗവാനോട് പറഞ്ഞു വേണമല്ലോ മടങ്ങിപ്പോകുവാൻ വേണ്ടി. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഒരിക്കൽ കൂടി കണ്ണോടിച്ചു നോക്കി. ഞാൻ വൈദ്യനാഥ ഭഗവാനോട് ഞാൻ പറഞ്ഞു, ഈ കാഴ്ചകൾ മുഴുവനും എനിക്ക് സമ്മാനിച്ചതിന് അനന്തകോടി പ്രണാമം ഭഗവാനോട് ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. ഇവിടെ കൊറോണക്ക് മുമ്പിട്ട് അന്നദാനം നൽകാറുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പിട്ട് ഭഗവാന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഔഷധ കഞ്ഞിയാണ് ഇവിടുന്ന് ലഭിക്കാറ്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട്. ആ കിണറിലാണ് ഔഷധക്കൂട്ടുള്ളത് എന്ന് പറയപ്പെടുന്നത്. അതിന് ഒരു കഥയുണ്ട്. അത് പിന്നീട് ഒരിക്കൽ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഞാൻ പറഞ്ഞ് അത് അബദ്ധമായി മാറേണ്ട. ഇവിടുത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ. ഇനി അടുത്ത കാഴ്ച